ചേട്ടാ, കലാമണ്ഡലം സത്യഭാമ ഈ ഒരു പേര് കുറച്ച് നാളായിട്ട് മലയാളികളൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല, ഇവർ ഇടുന്ന അധിക്ഷേപകരമായ അപകീർത്തികരമായ പ്രസ്താവനകൾ. ഈ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഇവർ നടത്തിയത്. മോഹിനിയാട്ടം കലാകാരനായ രാമകൃഷ്ണൻ്റെ നിറത്തിൻ്റെ പേരിലൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ ഒരു വാക്ക് വലിയ വിവാദമാവുകയും ഇത് സാംസ്കാരിക കേരളം ഏറ്റെടുക്കുകയും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കലാകാരി സ്നേഹ ശ്രീകുമാർ മറിമായത്തിലൊക്കെ അഭിനയിക്കുന്ന നടിയാണ്. ഇവർക്കെതിരെ ഒരു സമാന രീതിയിലുള്ള അധിക്ഷേപകരമായൊരു പോസ്റ്റ് ഇവർ ഇട്ടിട്ടുണ്ട്. അത് മലയാളത്തിലെ മാധ്യമങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ. മറിമായത്തിലാണ് എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരുത്തി ഉള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആകപ്പാടെ ഉരുണ്ട് പരന്നിരിക്കുന്ന ഒരുത്തി, കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ച ഒരുത്തി. ഇവൾ എന്ത് തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് ഇവരുടെ പോസ്റ്റ് തുടങ്ങുന്നത്. സ്നേഹ ശ്രീകുമാർ മറിമായത്തിലുള്ള അഭിനേത്രിയാണ്. അപ്പോൾ ഇവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. തികച്ചും അധിക്ഷേപകരമാണ്. ഒരു കലാകാരിയെ അവരുടെ ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ കളിയാക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇത് ഒരാളെ മാത്രമൊന്നുമല്ല, ഈ സത്യഭാമ ജൂനിയർ എന്നേ പറയാൻ പറ്റൂ. യഥാർത്ഥ സത്യഭാമയെ അറിയാമല്ലോ, കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ ഗുരുവാണ്. അപ്പോൾ അവരെ പോലും അപമാനിച്ചിട്ടുണ്ട് ഈ സത്യഭാമ. 2018 പത്മനാഭൻ നായർ, കഥകളി ആചാര്യൻ പത്മനാഭൻ നായരെയും അതുപോലെ തന്നെ കലാമണ്ഡലം സത്യഭാമയും ഒക്കെ അപമാനിച്ചതിൻ്റെ പേരിൽ അന്നത്തെ കലാമണ്ഡലത്തിലെ ഭരണസമിതിയിൽ നിന്നും ഈ സത്യഭാമയെ പുറത്താക്കിയിരുന്നു. അന്ന് ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പറയുന്ന RLVയുടെ കാര്യം, RLVയുമായിട്ട് ഇവർക്ക് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. 2018 ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. RLVയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കേസുകളെല്ലാം അറിഞ്ഞാലേ അതിൻ്റെ ഒരു കഥ മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു നൃത്ത പരിപാടി 2018 അബുദാബിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു മത്സര ചടങ്ങായിരുന്നു. അതിൽ മാർക്കിട്ടത് സത്യഭാമയായിരുന്നു. സത്യഭാമ മാർക്കിട്ടതുമായി ബന്ധപ്പെട്ട ഈ RLVയുടെ കുട്ടികൾക്ക് അവരെ മനഃപൂർവ്വം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കത്തിലാവുകയും ഈ RLV രാമകൃഷ്ണനെതിരെ ഒരു അപകീർത്തി കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് ആ കേസ് റദ്ദാക്കിയത്. ജസ്റ്റിസ് കൗസർ ആയിരുന്നു. ജസ്റ്റിസ് കൗസർ തിരുവനന്തപുരം അഡീഷണൽ JFM 1 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ട്രിവാൻഡ്രം മഞ്ചൂർ, അതാണ് ആ കേസ് റദ്ദാക്കി കളഞ്ഞത്. അന്ന് സത്യഭാമയുടെ കേസാണ് റദ്ദാക്കി കളഞ്ഞത്. സത്യഭാമ രാമകൃഷ്ണനെതിരെ കൊടുത്ത അപകീർത്തി കേസ് തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും തൻ്റെ അനുവാദമില്ലാതെ അതിൻ്റെ ഈ പറയുന്ന പോലെ റെക്കോർഡിങ്സ് പുറത്തു വിട്ടു. അത് ചില മാസികകളിൽ അവർക്കിത് അയച്ചു കൊടുത്തു. അത് വാർത്തയായി വന്നു. ഇതൊക്കെയായിരുന്നു സത്യഭാമ കൊടുത്തിരുന്ന കേസ്. പക്ഷേ ഇതൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിപ്പെട്ടില്ല. അപകീർത്തി കേസായിരുന്നു. പക്ഷേ കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ട് ഈ കേസ് പിന്നീട് റദ്ദാക്കി. ജസ്റ്റിസ് കൗസർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് റദ്ദാക്കി. ഇതും കഴിഞ്ഞിട്ടാണ് പിന്നീട് RLV രാമകൃഷ്ണനെതിരെ ഒരു പരാമർശം വരുന്നത്. ഒരു യൂട്യൂബ് ചാനലിലെ മാധ്യമപ്രവർത്തകൻ സംസാരിച്ച് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖമാണ്. അഭിമുഖത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ മോഹിനിയാട്ടം ആർക്കൊക്കെ മോഹിനിയാട്ടം ചെയ്യാം എന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അതിൽ എവിടെ നിന്ന് ഈ RLV വന്നു എന്ന് നമുക്കറിയില്ല. ഈ മാധ്യമപ്രവർത്തകൻ ഇനി RLV രാമകൃഷ്ണനെ കുറിച്ച് ചോദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ അങ്ങനൊരു കാര്യം ഇല്ല. പക്ഷേ ചാലക്കുടിക്കാരനായ നർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. RLV മോഹിനിയാട്ടം ആൺകുട്ടികൾ കളിക്കണോ എന്നുള്ള കളിക്കാൻ പാടില്ല പറഞ്ഞിട്ടുള്ളതല്ല, നിറമുള്ളവർക്ക് സൗന്ദര്യമുള്ളവർക്ക്. അതെ, ആൺകുട്ടികളിൽ ഭംഗിയുള്ളവരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പെറ്റതള്ള സഹിക്കില്ല, കാക്കയുടെ നിറമാണ്. ഇത്തരം പരാമർശങ്ങളൊക്കെയാണ് അന്ന് നടത്തിയത്. അപ്പോൾ നടത്തിയ ശേഷം ഇത് വലിയ വിവാദമായി. അതുണ്ടായ ശേഷം ഒരുപാട് പേര്, ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ പ്രതിഷേധിച്ചു. പ്രതിഷേധവുമായി ഇവരൊക്കെ തന്നെ രംഗത്ത് വന്നു. സ്വാഭാവികമാണ്, മാധ്യമങ്ങൾ
ഈ സംഭവം ഏറ്റെടുത്തു. മാധ്യമങ്ങൾ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഈ പറയുന്ന RLVയെക്കുറിച്ച് RLVയുടെ പേര് പറഞ്ഞിട്ടില്ല സത്യഭാമ. അത് സത്യമാണ്. സത്യഭാമ വീഡിയോയിൽ RLVയുടെ പേര് പറഞ്ഞിട്ടില്ല. ചാലക്കുടിക്കാരനായിട്ടുള്ള നർത്തകൻ, മോഹിനിയാട്ടം കലാകാരൻ എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിലെ ആണെന്ന് അറിയാനും സാധിക്കും. പക്ഷെ പേര് പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ മാധ്യമങ്ങൾ തേടി ചെന്നു. തിരുവനന്തപുരത്താണ് സത്യഭാമയുടെ വസതി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് മാധ്യമങ്ങൾ സത്യഭാമയോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താനിതിൽ ഉറച്ചു നിൽക്കുകയാണ്, തൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന നിലയിലാണ് അന്ന് സത്യഭാമ പ്രതികരിച്ചത്. മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചു, ഇത് ജാതി അധിക്ഷേപമല്ലേ, ഇത് ഒരാളെ എന്താ പറയുക ബോഡി ഷേമിങ് നടത്തുകയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ചില മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ സത്യഭാമ ക്ഷോഭിച്ചു. അവർക്കതിൻ്റെ റൈറ്റ് ഉണ്ട്, അത് വേറെ കാര്യം, അത് ഞാൻ പറയാം. കാരണം അവരുടെ വസതിയിലേക്കാണ് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചെന്ന്, അവരുടെ പ്രൈവസിയാണ്, അവരുടെ പ്രൈവസിയിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ രീതിയിൽ മാത്രമേ നമ്മൾ ചോദ്യങ്ങളും ചോദിക്കാൻ പാടുള്ളൂ. കാര്യം ഇത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സിമ്പിളാണ്. ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് പിന്നെ എന്തിന് നിങ്ങളിത് പറഞ്ഞു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അത് പിന്നെ കോടതിയും കേസുമായിട്ടൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്, അവരുടെ പ്രൈവസിയാണ്. പൊതുസ്ഥലത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ അവരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചിലരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ഇവർ ക്ഷോഭിച്ചു. അങ്ങനെ ഇത് വലിയ പ്രശ്നമായി മാറി. ഇവരുടെ ഈ ക്ഷോഭം കണ്ടതോടുകൂടി വലിയ പ്രതിഷേധം അരങ്ങേറി. ആദ്യം ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെയാണ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഇത് പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് തുടങ്ങി. ഇവരുടെ വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കൊണ്ടുവച്ചു. വീടിന് മുന്നിലെന്ന് പറഞ്ഞാൽ വീടിന് ഓപ്പോസിറ്റായിട്ട് നേരെ അവിടെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് ഈ റോഡിന് ഓപ്പോസിറ്റ് ബാരിക്കേഡ് ഉണ്ടെന്ന് ഒതുക്കി വെച്ചു. അത് ഇത് ക്ലോസ് ചെയ്തല്ല, സാധാരണ പോലീസ് ചെയ്യുന്നൊരു നടപടിയാണ്. ഇതെന്താ, ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഈ ബാരിക്കേഡ് തിരുവനന്തപുരം സിറ്റി കൂടെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടും. അപ്പോൾ ഈ 2 ബാരിക്കേഡുകൾ അവിടെ ഇരുന്നു. ഇതിനൊപ്പം 2 പോലീസുകാർ വരുന്നു. 2 പോലീസുകാർ, അവർക്ക് അവിടെ ഈ ഓപ്പോസിറ്റ് എനിക്ക് ഓർമ്മ അവിടെ ഒരു മാവ് ഇപ്പോൾ ഉണ്ട്, ഒരു വീടിൻ്റെ മാവാണ്, അതിൻ്റെ കുറച്ച് ചോല വെളിയിലേക്ക് നിപ്പുണ്ട്, ശിഖരങ്ങൾ കുറച്ച് നിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കസേര ഇട്ടിട്ട് 2 പോലീസുകാർ അവിടെ ഇരുന്നു. അതായത് ഈ സത്യഭാമയുടെ പ്രതികരണം കാരണം ഞാൻ കണ്ടതിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഓടയുണ്ട്, തൊട്ടടുത്തൊരു ഓടയുണ്ട്. ഈ ഓട ഭയങ്കര സ്മെല്ലാണ്. ഈ സ്മെല്ല് സഹിച്ച് വേണം ഈ പോലീസുകാർ ഇവിടെ കാവലിന് ഇരിക്കാൻ. അവരാണ് ഞാനിത് പറഞ്ഞ് അവരാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ, അവിടെ ചെന്ന് പ്രതിഷേധം വന്നേക്കും, ഞങ്ങളിതാ പ്രതിഷേധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ചില സംഘടനകൾ പറയും. അത് ഈ വാർത്ത കത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓടിച്ചെന്ന് അവിടെ നിൽക്കും. ഇവർ വരുവാണെങ്കിൽ പ്രതിഷേധത്തിൻ്റെ വിഷ്വൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കും. അത് നമുക്ക് പോലും അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് അത് ശരിയാക്കിയോ എന്ന് എനിക്കറിയില്ല. അവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പോലും ഒന്നുമല്ല, നമ്മളവിടെ കുറച്ച് നേരെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പോലീസുകാർ എന്തുമാത്രം നേരം നിന്ന് കാണും. ഇതാണ് സത്യഭാമയുടെ അന്നത്തെ പ്രതികരണത്തിലെ ഏറ്റവും വലിയ ഇരകളിൽ 2 പേര്. അതും കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് കുറച്ചു കാലം സത്യഭാമ നിശബ്ദയായിരുന്നു. ഇവരുടെ ഈ പറയുന്ന വീടിന് മുന്നിൽ അതൊരു നൃത്ത പഠന വിദ്യാലയം കൂടിയാണത്. അതിൻ്റെ മുമ്പിൽ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ബോർഡൊക്കെ എടുത്തു മാറ്റി കുറച്ചു കാലം സത്യഭാമ സൈലൻ്റായി. അതെല്ലാം കഴിഞ്ഞിട്ട് സത്യഭാമ തനിക്കെതിരെ വരുന്ന പ്രതികരണങ്ങൾ അതെല്ലാം ഇങ്ങനെ നോട്ടമിട്ട് നോട്ടപ്പുള്ളികളായിരുന്നു. അതിലൊന്നാണ് ഈ സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്നത്. ഇപ്പം മണ്ടോദരി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അവരതിൽ ചെയ്യുന്നത്. അവരെ മറ്റൊരു പേരിലാണ് ഇപ്പം അഭിസംബോധന ചെയ്തത്, പിണ്ടോദരി എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒന്ന്, അവരെ ബോഡി ഷേമിങ് ചെയ്തിരിക്കുന്നു. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ എന്താ പറയുക ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് അതെ പഴയ കാലത്തെ സിനിമകളിൽ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള തമാശകൾ ഈ പ്രേക്ഷകർ ആസ്വദിച്ചിരുന്നെങ്കിൽ ഇന്ന് പുതുതായിട്ടിറങ്ങുന്ന സിനിമകളിൽ അത്തരം കാര്യങ്ങൾ പോലും അത് വിമർശനം അടുത്ത സ്പോട്ടിൽ തന്നെ ഉണ്ടാവും, വിമർശിക്കും. അത് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്, എന്നാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ ചേട്ടാ എന്ന് ചോദിക്കുന്ന ആ കഥാപാത്രത്തിന് അങ്ങേയറ്റം പിന്തുണ കൊടുത്തു. ആ കഥാപാത്രത്തെ അപമാനിക്കുന്ന രീതിയോട്
ഭയങ്കര വിമർശനം കേൾക്കേണ്ടി വന്നു ഇത് ചെയ്ത ആളുകളോട്. അതിൻ്റെ സംവിധായകൻ, റൈറ്റർ, ഇവർക്കൊക്കെ വലിയ വിമർശനം ആ സമയത്ത് കേൾക്കേണ്ടി വന്നു. ഇന്നിതാരും കേട്ടിരിക്കില്ല. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അത് തമാശയാണ് എടുക്കും, ആ ഒരു രീതിയിലേ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അവർ ആ തമാശ കണ്ടു, അത് ഓക്കെ, ശരി. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബോഡി ഷേമിങ് കേൾക്കാത്ത ആരുമില്ല. ഞാൻ ഒരുപാട് കാലം കേട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കുട്ടികൾ എന്നെ ഒരു പേരെ കേട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലം കഴിഞ്ഞു പോയി. ഇന്നിപ്പോൾ ഇതൊന്നും അംഗീകരിക്കില്ല. പക്ഷേ ഈ ഫേസ്ബുക്ക് ഇങ്ങോട്ട് പോസ്റ്റ് ഇടുന്നതിന് പൈസ തരാൻ തുടങ്ങിയതോടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആളുകളെ പോസ്റ്റുകളിലൂടെ പ്രകോപിപ്പിക്കുക, അതിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ ഡോളറാണ്. അതെ, അത് ശരിയാണ്. ഫേസ്ബുക്ക് ഇപ്പം എന്താ പറയുക, ഇതിൽ ഒരുപാട് പേർക്ക് ഇപ്പം എന്താ പറയുക മോണിറ്റൈസേഷൻ കഴിഞ്ഞു. ഇതുപോലെ ഇങ്ങനെയുള്ള സത്യഭാമയുടെ സോഷ്യൽ ഫീഡ് നോക്കിയാൽ തന്നെ നിരന്തരം എല്ലാ ദിവസവും ഒരു 3-4 പോസ്റ്റുകൾ വെച്ചാണ് ഇവർ ഇടുന്നത്. അതിൽ ഒരെണ്ണം വിവാദമായി കത്തിക്കേറിയാൽ അതിന്റെ ബെനിഫിറ്റ് ഇവർക്ക് തന്നെയാണ്, സത്യഭാമയ്ക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലും ബെനിഫിറ്റ് അവർക്കാണ്. അതെ, അത് ഇപ്പം ഇത് കാണുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് പോയി ഇതെന്താണ് പോസ്റ്റ് എന്ന് വായിച്ചു നോക്കിയാൽ അതിനോട് പ്രതികരിക്കാൻ പോവുകയും ചെയ്യും. ചിലരെ അനുകൂലിച്ചും പ്രതികരിക്കും, അത് വേറെ കാര്യം. ചിലർക്ക് ഇത് അനുകൂലിക്കുന്നവരും ഉണ്ട്, എതിർക്കുന്നവരും ഉണ്ട്. രണ്ടായാലും ഗുണമാണ്. രണ്ടായാലും അത് ഗുണമാണല്ലോ. 10 തെറി വിളിച്ചാലും അതും എന്താ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റി ആവശ്യമേ. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. നെഗറ്റീവിലൂടെ നമുക്ക് പോസിറ്റീവായി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതായത് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അല്ലെ കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറിന് എത്ര പേര് അറിയും? അതെ, അതവർ അന്നത്തെ ഒരൊറ്റത് കൊണ്ട് ഈ നൃത്തം ഇതുപോലത്തെ കലാ പ്രകടനങ്ങളൊക്കെ പിന്തുടരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പരിചിതയായിരിക്കും. പക്ഷേ കലാമണ്ഡലം സത്യഭാമ ഇന്ന് കേരളമാകെ അറിയപ്പെടുന്ന ഒരു മുഖമാണ്. അതെ, തീർച്ചയായും, അതെങ്ങനെയാണെങ്കിലും. അതെ, ഇതിന് മുമ്പൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കലാരൂപത്തിലൂടെ അറിയപ്പെടുന്ന എന്താ പറയുക ആ രീതിയിലല്ലാതെ പൊതുസമൂഹം ഇത് അറിഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യം ഞാനിത് പറയാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞുതരാം. 2022 ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് 2022 സത്യഭാമയ്ക്ക് നേരെ ഉണ്ടായ ഒരു കാര്യം. സത്യഭാമയുടെ അത് ഇതിനേക്കാൾ വലുതായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അന്ന് കാന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എത്തി. ആ പരാതി നൽകിയത് സത്യഭാമയുടെ മരുമകളും കുടുംബവുമാണ് പരാതി നൽകിയത്. സത്യഭാമ 2022 സെപ്റ്റംബർ 29 തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇതാണ് പരാതിയിലെ ഒരു ഭാഗം. 29 തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. അന്ന് നവവധുവാണ്. അതേ മാസമാണ് അവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. സത്യഭാമയുടെ മകൻ അനൂപും ഈ യുവതിയുമായിട്ടുള്ള വിവാഹം നടന്നത് 10/10/2022 10-ാം മാസത്തിൽ എവിടെ വൈകിട്ട് 7 മണിക്ക് ഞാൻ സത്യഭാമയുടെ വീട്ടിൽ തിരിച്ചെത്തി. ഞാനും എൻ്റെ കുടുംബവും തിരിച്ചെത്തി. കുടുംബത്തിന് മുന്നിൽ വെച്ച് എൻ്റെ താലി വലിച്ചു പൊട്ടിച്ചു. എൻ്റെ മകൻ്റെ താലി നിൻ്റെ കഴുത്തിൽ ഇനി കിടക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ മർദ്ദിച്ചു. അടി കൊണ്ട താൻ തറയിൽ വീണു. വസ്ത്രങ്ങൾ വലിച്ച് വെളിയിലിറങ്ങി. അതായത് അവർ ഉടുത്തിരുന്ന വസ്ത്രമല്ല, അവരുടെ വസ്ത്രങ്ങൾ വലിച്ച് വെളിയിലിറങ്ങി. ഇതൊക്കെയാണ് അന്നത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഇവരെ വീട്ടിൽ നിന്നും പുറത്താക്കി? അതിനൊരു പറഞ്ഞിരിക്കുന്ന ഒരു കാരണം, എൻ്റെ വിവാഹ സമയത്ത് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ 35 പവൻ തന്നിരുന്നു, കൂടാതെ പണമായും തന്നിരുന്നു, ഈ വിവാഹ സമ്മാനമായി. ഈ 35 പവൻ വന്നതിന് പിന്നാലെ സത്യഭാമ മേടിച്ചു വെച്ചു. ഇതൊക്കെയാണ് അന്നുണ്ടായ പരാതി. ഇതാരെങ്കിലും അറിഞ്ഞു? അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. കാരണം ഭർത്തൃ വീട്ടിൽ ഉള്ള ഒരു സാധാരണ സംഭവം, അസാധാരണമായ സംഭവവും പരാതിയുമൊക്കെയാണ്. അതും തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നതാണ് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ. അവിടെ എത്തിയ ഒരു പരാതി, അവിടെ എല്ലാ ദിവസവും മാധ്യമങ്ങൾ വിളിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്രൈം റിപ്പോർട്ടർമാരുടെ ഒരു പരിപാടിയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഈ പ്രധാനപ്പെട്ട സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അത് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഭാഷയാണ്. അവിടെ പോലീസും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിത് പറയും. ഇത് ഡെയിലി ചെയ്യുന്നൊരു റൊട്ടീനാണ്, ഡെയിലി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പരാതിയൊന്നും ആരും ശ്രദ്ധിച്ചില്ല. കാരണം സത്യഭാമയെ അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് സത്യഭാമയ്ക്കെതിരെ ഇങ്ങനൊരു പരാതി വരുന്നത് എന്നുണ്ടെങ്കിൽ, പ്രശസ്തയല്ലാത്തൊരു അമ്മായിയമ്മ മരുമകളെ, അതെ, പ്രശസ്തയല്ലാത്തൊരു അമ്മായിയമ്മ മരുമകളെ എന്താ പറയുക സ്ത്രീധന പീഡനം നടത്തി എന്നുള്ള പരാതിയാണ് അന്ന് വന്നിരുന്നു. ഇന്നാണ് ഈ പരാതി വരുന്നതെങ്കിൽ റേഞ്ച് മാറി.
ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെയുള്ള പ്രശസ്തിയുടെ, അഭിഷേക് പറഞ്ഞ പ്രശസ്തിയുടെ ഒരു പ്രത്യേകത. ഇനി സ്നേഹ സുരേഷിനെ, ശ്രീകുമാറിനെ എന്തുകൊണ്ട് സത്യഭാമ ഇപ്പോൾ ലക്ഷ്യം വെച്ചതിൻ്റെ കാരണം, ശ്രീകുമാറിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു. ശ്രീകുമാറിനെതിരെ ഒരു സെക്ഷൽ അസോൾട്ട് കേസ് അത് വന്നിരിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സ്നേഹയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിന്റെ ഭർത്താവ് ഇപ്പോൾ പീഡനക്കേസിലെ പ്രതിയല്ലേ, ഇതിനേക്കാൾ നിന്നെ ഒരിക്കൽ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ ഞാൻ കാണും, അന്ന് നീ ഇതിനേക്കാൾ വേദനിക്കും. ഇതൊക്കെയാണ് ശാപവാക്കുകളുണ്ട്, ഒപ്പം ബോഡി ഷേവിംഗ് ഉണ്ട്. എല്ലാ സമാസമം കൂട്ടിച്ചേർത്താണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് സത്യഭാമ ഭയന്നു പോയി. അന്ന് ഈ പ്രതിഷേധം ഉണ്ടായ സമയത്ത്, കാര്യം അന്ന് ഇവരെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, രംഗത്ത് വന്നില്ല. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? അന്നാരും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. ഇത് അവിടെ എന്താ പറയുക, നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ആ വീട് ഇതൊരു ബഹുനില കെട്ടിടമാണ്. റോഡ് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ നമുക്ക് സിറ്റിയിൽ നിന്ന് ഇവരുടെ ഈ വീടിൻ്റെ ഭാഗത്ത് സ്ഥലം ഞാൻ വീട്ടിൽ പോയി. അന്ന് കുറേ കാലം ഞങ്ങൾ അവിടെയൊക്കെ തന്നെയായിരുന്നു. ആരെങ്കിലും ഇവരെ എയറിലാണ്, അപ്പം നമ്മളവിടെ റോഡിലുമാണ്. നമ്മളിങ്ങനെ അവിടെ പോയി നിൽക്കും. അങ്ങനെയൊക്കെ കുറേ കാലം കഴിഞ്ഞു പോയി. ഏതായാലും ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം നമ്മൾ പറഞ്ഞതിലും ഒരു തെറ്റുണ്ട്. അതായത് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതറിയാത്തവർക്ക് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ സർവ്വസാധാരണമാണ്. സിനിമകൾ, ഈ മൂവി റിവ്യൂസ്, അതുപോലെ തന്നെ ആർക്കെതിരെങ്കിലും പ്രകോപിപ്പിക്കുക. ആളുകളെ അത് കാണുന്ന ഒരാളെ പ്രകോപിപ്പിച്ചാൽ തനിക്കാണ് ബെനിഫിറ്റ് എന്ന് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരന് പോലും, പണ്ട് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിക്കൊക്കെയാണ് ഇത്തരത്തിൽ പേജുകൾ തുടങ്ങാൻ പറ്റുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ബുദ്ധിയോടെ കൂടി കൈകാര്യം ചെയ്യും. ഇടുന്ന ഫോട്ടോകൾക്ക് പോലും, ടെക്സ്റ്റിന് പോലും വരുമാനം, റവന്യൂ ഉണ്ട്. എൻ്റെ പേജൊന്നും മോണിറ്റൈസ് ആയില്ല, നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും ഇപ്പോൾ പറയുന്നതിന് പിന്നീട് അവസരം കാത്തിരിക്കുന്ന സത്യഭാമ ശാപവാക്കുമായിട്ട്. അല്ലേ, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ശ്രീകുമാർ കേസിൽ പ്രതിയാണെങ്കിൽ അതിന് ഉത്തരവാദി സ്നേഹയാണോ? അല്ലല്ലോ. അല്ല, അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്നത്, അവരുടെ വ്യക്തി ജീവിതത്തിൽ. ഇനിയിപ്പോൾ ആ കേസിൻ്റെ മെറിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. രണ്ട് വ്യക്തികളാണ്, മെറിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡി, അവരുടെ ഭർത്താവ് പൊളിറ്റിക്കലി വളരെ ടോപ്പിലിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച അത്ര രീതിയിൽ പോകാത്തത് കൊണ്ട് അദ്ദേഹം താഴോട്ട് വന്ന് നിൽക്കുകയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് കേട്ടു, ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കില്ലേ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ വലിയ പൊസിഷനിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം എൻ്റെ ഭർത്താവായത്. ഞാൻ തികച്ചൊരു ഇൻഡിവിജ്വലാണ്. അതുപോലെ സ്നേഹയും ഒരു ഇൻഡിവിജ്വലാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്തല്ലേ ഭർത്താവ് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്നേഹയെ പിടിച്ച് തള്ളിവിടുന്നല്ലോ, ഒരാളെ അങ്ങ് തള്ളിവിടുന്നല്ലോ. അതെ, ചെയ്യാൻ. അതെ, ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ തനിക്കെതിരെ പ്രതികരിച്ചവരെ എല്ലാം നോട്ടമിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഈ RLVക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല ഇവർക്ക്. സത്യഭാമയ്ക്ക് RLVക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നെടുമങ്ങാട് SC കോടതിയിൽ ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക, കേസ് കിടക്കുകയാണ്. ഇനി മാത്രമല്ല, കണ്ടീഷൻ ബെയിലാണ് ഇവർക്ക് ആ കാര്യത്തിൽ അന്ന് കൊടുത്തിരുന്നത്. കണ്ടീഷൻ ബെയിൽ കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ വല്ലതും പറയുകയാണെങ്കിൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇദ്ദേഹം അന്ന് അവിടെ നെടുമങ്ങാട് വന്ന് മൊഴിയെ കൊടുത്തായിരുന്നു ഈ RLV. ആദ്യം പരാതി കൊടുത്തത് ചാലക്കുടി DYSP ആയിരുന്നു. ചാലക്കുടി DYSPയിൽ നിന്നും കൊടുത്ത ശേഷം ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് ഫോർവേഡ് ചെയ്തു. അവിടെ SST കോടതിയിലേക്ക് സാധനം എത്തിയിട്ടുണ്ട്. അത് അവിടെ കിടക്കുകയാണ് ഇപ്പോൾ. ശരി.